ഹലോ, ഓണം സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയാണ്. അതിന് നമുക്ക് കടലപ്പരിപ്പ് വേണം കേട്ടോ. ഒരു 100 ഗ്രാം കടലപ്പരിപ്പ് വേണം. 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. പിന്നെ എല്ലാതും കൂടി ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിക്കുക. ക്യാരറ്റ് വേണം, 2 എണ്ണം, 2 പച്ചക്കായ വേണം, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ചേനയും വേണം. ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ഇതെല്ലാതും കൂടി കഴുകിയിട്ട് നമ്മൾ ഒന്നിച്ച് കുക്കറിലിടുക ചെയ്യുക. എന്നിട്ട് ഒന്നിച്ചാണ് വേവിക്കുക. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി വേണം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 അച്ച് ശർക്കര നമ്മൾ അതിലിട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വെക്കുക. മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ആ നേരം കൊണ്ട് നമ്മൾ തേങ്ങ ഒരു തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് പച്ച തേങ്ങ നമ്മൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് അരയ്ക്കണം. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 നുള്ള് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ബാക്കിയുള്ള തേങ്ങ നമ്മൾ വറുത്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടി നോക്കണം. വെന്ത് കുക്കറൊക്കെ വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിരുന്നു. കുറച്ച് വെള്ളം കൂടുതലാണ് തോന്നിയതുകൊണ്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചു. അന്നേരം കൊണ്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചിട്ട് കരിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇട്ടിട്ട് പൊട്ടിച്ചു. ബാക്കിയുള്ള തേങ്ങ വറുക്കാനാണ് കൂടുതൽ വേണ്ടത്. പച്ച തേങ്ങ അരയ്ക്കാൻ കുറച്ച് മതി കേട്ടോ. തേങ്ങ നല്ല ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കണം. അപ്പോഴേക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു. അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് കൂട്ടി യോജിപ്പിച്ചു കറിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൗൺ കളറാവണ വരെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, കണ്ടോ, നല്ല ബ്രൗൺ കളറാവണം. അത് അതിലേക്ക് ഒഴിച്ചിട്ട് യോജിപ്പിക്കുക. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം കേട്ടോ. ഇതാണ് ഈ കറീൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകറി റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടുത്തത് കൂട്ടുകറിയാണ്. കൂട്ടുകറി ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം. ബായ്.